ഇന്ന് നമ്മൾ SSLC കേരള മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ അരിതമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്രയിലെ 71ാമത്തെ പേജിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. 51, 52, 53 പ്ലസ് 70 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം എഴുതിയെടുക്കണം. x1 ഉണ്ടല്ലോ, x1 ഉണ്ട്, എത്രയാ? 51. xn ഉണ്ടല്ലോ, 70 ഉണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? n വേണം. n ഉണ്ടോ? ഇല്ല. n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടേം. നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? xn എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് എഴുതുന്നു 70 മൈനസ് x1 51. അവരുടെ ഡിഫറൻസ് 1 ആണ്. പ്ലസ് 1. 70 51 കുറച്ചാൽ എത്ര കിട്ടും? 19. 19/1 19 പ്ലസ് 1 ഈക്വൽ ടു 20. അപ്പൊ 20 കിട്ടി. അപ്പൊ നമ്പർ ഓഫ് ടേംസ് കിട്ടി 20 ആണ് നമ്പർ ഓഫ് ടേം. ഇനി നമുക്ക് എടുത്ത് ഇതിനകത്തോട്ട് ഇടാം, ഇക്വേഷനിലോട്ട് എടുത്തിട്ടാ പോരെ. Sn സമ്മിന്റെ ഇക്വേഷൻ n/2 xn പ്ലസ് x1. n എന്ന് പറഞ്ഞാൽ 20, 20/2. xn എന്ന് പറയുന്നത് 70 പ്ലസ് 51. 20ന്റെ പകുതി എത്രയാ? 10. 10 ഇൻറ്റു 51 70 കൂടി എത്ര വരും? 121. 10 അല്ലേ വന്നിരിക്കുന്ന, ഒരു 0 ഇട്ട് കൊടുത്താൽ പോരെ. 1210. സെറ്റ് അല്ലേ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 1, 2, 12. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ x1 എഴുതുന്നു 1.5, xn എഴുതുന്നു 12.5. ഇവിടെയും n ആണ് വേണ്ടത്. നേരത്തെ എഴുതിയ ഇക്വേഷൻ xn മൈനസ് x1 ബൈ d പ്ലസ് 1. xn എന്ന് പറയുന്നത് 12.5 മൈനസ് x1 എന്ന് പറയുന്നത് 1.5 ബൈ ഇതിന്റെ കോമൺ ഡിഫറൻസ് 1 തന്നെയാണ്. പ്ലസ് 1. 12.5യിൽ നിന്ന് 1.5 കുറച്ചാൽ എത്ര വരും? 12.5യിൽ നിന്ന് അര കുറയ്ക്കുമ്പോൾ എത്ര വരും? 12. 12ൽ നിന്ന് 1 കുറച്ചാൽ എത്ര വരും? 11. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പം 11 കിട്ടും. 11/1 11 പ്ലസ് 1 ഈക്വൽ ടു 12. നമ്പർ ഓഫ് ടേം നമുക്ക് കിട്ടി 12. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 12/2. xn ഇവിടെ കിടപ്പുണ്ട് 12.5 പ്ലസ് x1 ഇവിടെ കിടപ്പുണ്ട് 1.5. 1.5 എന്നും 12.5 ഒക്കെ വരാം, കൺഫ്യൂഷൻ ആകാം. സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. 12ന്റെ പകുതി 6 ഇൻറ്റു 12.5 വരെയും 13. 13 1 14. 14 ഇൻറ്റു 6 ഒന്ന് ചെയ്ത് നോക്കുക. 6 4 24, 2 6 2 84. സിമ്പിൾ. ഇതൊന്നും തെറ്റിക്കരുത്, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അടുത്തത്. ഇതിനകത്ത് x1 എഴുതുന്നു ആരാ? xn എഴുതുന്നു 12.5. n ഇല്ല, n കണ്ടുപിടിക്കുന്നു. xn മൈനസ് x1 ബൈ d പ്ലസ് 1. xn എന്ന് പറയുന്നത് 12.5 മൈനസ് x1 എന്ന് പറയുന്നത് അര ബൈ d എന്ന് പറയുന്നത് അരയിൽ നിന്നും 1 എന്ന് പറയുന്നത് എത്രയാണ്? അര പ്ലസ് 1. സിമ്പിൾ ആണ്, ഇതൊക്കെ കാണുമ്പോ 12.5 അര കുറച്ച് എത്ര തന്നെ? 12. ഇവനെ ഇവിടെ ശ്രദ്ധിക്കുക. 12.5 അര കുറച്ചാൽ 12 ബൈ ഇവിടെ എന്താ വരുന്നു? അര വരും പ്ലസ് 1. അപ്പൊ പലർക്കും ഒരു കൺഫ്യൂഷൻ വരും, ഇത് വന്നാൽ എന്തായി വന്നു. ഇങ്ങനെ വന്നാലേ മക്കളത് ഇങ്ങനെ ചെയ്യാം. 12 ആദ്യം എഴുതുക. 12 ഇതിനെങ്ങനെ നമ്മൾ വിളിക്കുന്നത്? 12 ഡിവൈഡഡ് ബൈ 1/2 എന്നല്ലേ? 12 ഡിവൈഡഡ് ബൈ 1/2. ആ ഡിവൈഡിനെ ഒന്ന് കാണിച്ചാൽ മതി. ഇങ്ങനെ ഒന്ന് കാണിക്കും, താഴെ കാണിക്കാതെ ഇങ്ങനെ സൈഡിലോട്ട്, എന്നിട്ട് 1/2 അതേപോലെ എഴുതുക കേട്ടോ. 12 ഡിവൈഡഡ് ബൈ 1/2. ആ ഡിവൈഡഡിനെ നമ്മൾ പണ്ട് നമ്മൾ പഠിക്കുന്ന രീതിയിലുള്ള ആ സിമ്പൽ കൊടുത്തിട്ട് 1/2 അതേപോലെ അപ്പുറത്തോട്ട് എഴുതുക. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ഇവിടെ ഒരു ഗുണമുണ്ട്. എന്താ? 12 അതേപോലെ എഴുതി. ഈ ഡിവൈഡിനെ നമുക്കങ്ങ് ഇൻറ്റു ആക്കാം. ഇങ്ങനെ ചെയ്തിട്ട് വേണം ആക്കാൻ. ഇൻറ്റു ആക്കുമ്പോൾ ഇവിടെ ഉള്ളത് തിരിയും. 2/1 ആവും, റെസിപ്രോക്കൽ ആവും. 1/2 2/1 ആവും. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാം? 24 24 പ്ലസ് ആരുണ്ട്? 1. അത് മറക്കരുത്. അപ്പൊ 24 പ്ലസ് 1 25 25. അപ്പൊ മൊത്തം നമ്പർ എത്ര കിട്ടി? 25. ചെയ്യുന്ന മനസ്സിലാകും.
ഇവിടുന്ന് അരേന്ന് അര കുറച്ച 12 അര കുറച്ച 12 ആണ്. പിന്നെ വരുന്നത് 1/2 ആണ്. അതിനെ ഡിവൈഡർ എന്ന് നമ്മൾ എഴുതുന്നു, എന്നിട്ട് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇൻഡ് കൊടുക്കുമ്പോൾ റെസിപ്രോക്കൽ ആവുന്നു 25 നമ്പർ ഓഫ് ടേംസ് എന്ന് കിട്ടും. 1 ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 25/2 xn എന്ന് പറയുന്നത് ആരാണ്? 12 പ്ലസ് x1 എന്ന് പറയുന്നത് ആരാണ്? അര. അപ്പൊ 25/2 ഇൻറ്റു 12 അരയും കൂടി കൂട്ടുമ്പോ എത്ര കിട്ടും? 13 എന്ന് കിട്ടും. 25/2 ഇൻറ്റു 13. ഇനി നമുക്ക് എന്താ ചെയ്യണം? ഒന്നെങ്കിൽ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി കേട്ടോ. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ട് അതിന്റെ പകുതി എടുക്കുക. അപ്പൊ രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോ 25 13 15 1 3 2 6 1 7 1 5 5 1 2 2 5 7 5 12 325 325/325ന്റെ പകുതി എത്ര വരിക? 162.5. ലാസ്റ്റ് ഇതിനകത്ത് വരുന്നത് ടോട്ടൽ ഇതിന്റെ സം എന്ന് പറയുന്നത് 162.5. അതായത് അര മുതൽ 12 വരെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 162.5 കിട്ടും. സെറ്റ് ആണോ? കിട്ടിയെല്ലാവർക്കും? ഇനി 4th ക്വസ്റ്റ്യനിലോട്ട് പോവാം. പലരും ചെയ്യുന്നത് നമ്മൾ ഈ ചെയ്ത മെത്തേഡിലങ്ങ് ചെയ്തു പോകും. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ 135 എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞു? ഓഡ് നമ്പർ. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഓഡ് നമ്പർ. ഓഡ് നമ്പറിന്റെ ഇക്വേഷൻ എന്താ? സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ n സ്ക്വയർ. അപ്പൊ ഇവിടെ n വേണമല്ലോ, നമ്പർ ഓഫ് ടേം വേണമല്ലോ. നമ്മൾ നേരത്തെ 1 മുതൽ 1 3 5 49 വരെ ചെയ്തപ്പോൾ നമ്പർ ഓഫ് ടേം നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാ? 25. അതായത് 49ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്ര വരും? 50. അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 25 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി 1 3 5 കുത്തുകുത്ത് 99 വരെ പോയി. ഇതിന്റെ നമ്പർ ഓഫ് ടേം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 99ന്റെ കൂടെ 1 കൂട്ടി അതിന്റെ പകുതി, ദാറ്റ് ഈസ് 100ന്റെ പകുതി എത്ര കിട്ടും? 50. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് ഒരു ഓഡ് നമ്പർ അല്ലേ? അതിന്റെ നമ്പർ എവിടം വരെ പോകുന്നുണ്ട്? 201 വരെ. അപ്പൊ നമ്പർ ഓഫ് ടേം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 201ന്റെ കൂടെ 1 കൂട്ടി അതിന്റെ പകുതി എടുത്താൽ പോരെ. അപ്പൊ എന്ത് കിട്ടും? 202/2. ദാറ്റ് മീൻസ് 101. കിട്ടത്തില്ലേ? ഇവിടെ തീർന്നോ? ഇല്ല. ഇവിടെ എന്താ കിട്ടിയത്? എനിക്ക് കിട്ടിയോ? സംഭവം മനസ്സിലായോ പറഞ്ഞ കാര്യം? കണ്ടോ? ഓഡ് നമ്പർ മുകളിൽ വന്നു. ഇതാ എളുപ്പം. ഓഡ് നമ്പർ മുകളിൽ വന്നാൽ അല്ലെങ്കിൽ ഈവൻ മുകളിൽ വന്നാൽ ആ നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാൻ ഇതാ എളുപ്പം. മനസ്സിലായ? അപ്പോ ഇവിടെ 201 ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ 1 കൂട്ടുക, അതിന്റെ പകുതി എടുക്കുക. 202ന്റെ പകുതി എത്ര കിട്ടും? 101. നമ്പർ ഓഫ് ടേം ആയി. ഇനി n സ്ക്വയർ കാണണ്ടേ? സമ്മ് കാണണമെങ്കിൽ എന്ത് വേണം? n സ്ക്വയർ. അപ്പൊ 101ന്റെ സ്ക്വയർ ഒന്ന് കണ്ടാൽ മതി. 101ന്റെ സ്ക്വയർ. 101ന്റെ സ്ക്വയർ സൈഡിലോട്ട് ഒന്ന് ചെയ്ത് കണ്ടുപിടിക്കുക. എളുപ്പമല്ലേ? 1 1 0 1 0 0 0 1 0 1 1 0 2 0 1. That is 1 0 2 0 1. സിമ്പിൾ. 101ന്റെ സ്ക്വയർ കിട്ടി. കണ്ടോ? 101ന്റെ സ്ക്വയർ എത്ര കിട്ടി? 10201. ഇത് താഴെ ആരുണ്ട്? 101 ഉണ്ട്. അതിന്റെ സമ്മ എടുക്കണ്ട. അപ്പൊ ഇതിന് നോക്കിയേ, 10201ന്റെ താഴെ ഒരു 101 കൂടി ഞാൻ കൊടുക്കുന്നു. കാരണം എന്താ? സീക്വൻസിൽ 101 ഉള്ളത് കൊണ്ട്. എന്താണോ സീക്വൻസിൽ താഴെ ഉള്ളത് അതുകൂടി ഞാൻ കൊടുക്കണം. ശ്രദ്ധിക്കണം. ഇനി ചെയ്യാൻ നിൽക്കണോ? 101ന്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാ? 10201. അതേ 10201നെ 101 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ എത്ര തന്നെ കിട്ടത്തുള്ളൂ? 101 കിട്ടത്തുള്ളൂ. ഐഡിയ മനസ്സിലായില്ലേ? 101ന്റെ 101 ആണ് എന്ത്? 10201. ആ 10201നെ 101 കൊണ്ട് ഡിവിഷൻ നടത്തിയ വീണ്ടും എത്ര തന്നെ കിട്ടത്തുള്ളൂ? 101 അല്ലേ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്ക് സമ്മ കിട്ടിയില്ലേ? 101 കിട്ടി. സിമ്പിൾ മെത്തേഡിൽ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡിൽ എല്ലാം എഴുതി കൂട്ടി അതേ രീതിയിലും ചെയ്യാം. മനസ്സിലായോ പറഞ്ഞ കാര്യം? ഈ മെത്തേഡ് മനസ്സിലായോ? ഇതിലും ചെയ്യാം. ഈ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് എക്സസൈസ് ആണ് ചെയ്തത്. 71ാമത്തെ പേജിലെ ഫസ്റ്റ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാർട്ട് ചെയ്യാം. അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ.